ഓം ശാന്തി 3/7/2024. ഇന്നത്തെ മുരളിയുടെ മെയിൻ പോയിന്റ്സ്. മധുരമായ കുട്ടികളെ, കളങ്കീധർ, അതായത് കളങ്കം ചാർത്തുന്നവരാകുന്നതിനു വേണ്ടി തൻ്റെ അവസ്ഥയെ അചലവും ഇളകാത്തതും ആക്കൂ. എത്ര നിങ്ങളുടെ മേൽ കളങ്കം ചാർത്തുന്നുവോ അത്രയും നിങ്ങൾ കളങ്കീധർ, അതായത് കളങ്കം ചാർത്തപ്പെട്ടവർ ആകുന്നു. കളങ്കീധരൻ അല്ലെങ്കിൽ കളങ്കം ചാർത്തപ്പെട്ടവൻ എന്ന് പറയുന്നത് ശ്രീകൃഷ്ണനെയാണ്. ശ്രീകൃഷ്ണനെ പോലെ ആകുന്നതിന് നാം എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ മനസ്സിൻ്റെ സ്ഥിതിയെ അല്ലെങ്കിൽ അവസ്ഥയെ അചലവും ഇളകാത്തതും ആക്കണം. എന്തു തന്നെ സംഭവിച്ചാലും നമ്മുടെ മനസ്സ് ഇളകിപ്പോകരുത്, ചഞ്ചലപ്പെട്ടു പോകരുത്. അതായത് നാം എന്താണോ നമ്മെക്കുറിച്ച് ചിന്തിക്കുന്നത്, ബാബ എന്താണോ നമ്മളെക്കുറിച്ച് പറഞ്ഞത്, അതാണ് സത്യം. ആ സത്യത്തിൽ നിന്ന് എന്ത് പരിതസ്ഥിതി വന്നാലും വ്യതിചലിക്കരുത്. മനുഷ്യർ മുഴുവൻ ലോകവും ഒരുപക്ഷെ അതിനെതിരായി നിലനിന്നെന്ന് വരും. എന്നാലും നമ്മളുടെ മനസ്സ് ഇളകിപ്പോകരുത്. ഇത്രയും ഉറപ്പുള്ളത് ആകുമ്പോഴാണ് ശ്രീകൃഷ്ണനെ പോലെ ആയിത്തീരാൻ സാധിക്കുന്നത്. എത്ര തന്നെ കളങ്കം ചാർത്തിയാലും കളങ്കീധരനായി നിൽക്കണം, അല്ലാതെ വിഷമിച്ചു പോകുകയോ വെപ്രാളപ്പെടുകയോ അരുത്. ചോദ്യം: ബാബയുടെ ആജ്ഞ എന്താണ്? ഏത് മുഖ്യമായ ആജ്ഞ അനുസരിച്ച് നടക്കുന്ന കുട്ടികളാണ് ഹൃദയ സിംഹാസനസ്ഥർ ആകുന്നത്? ഉത്തരം: ബാബയുടെ ആജ്ഞയാണ്. മധുരമായ കുട്ടികളെ, നിങ്ങൾ ആരോടും ഉരസലിൽ വരരുത്. ശാന്തിയോടെ നിൽക്കണം. ആരുടെയെങ്കിലും കാര്യം നിങ്ങൾക്ക് നല്ലതായി തോന്നുന്നില്ലെങ്കിൽ നിങ്ങൾ നിശബ്ദരായിരിക്കൂ. പരസ്പരം ശല്യപ്പെടുത്താതിരിക്കൂ. ബാബയുടെ ഹൃദയ സിംഹാസനത്തിൽ ഇരിക്കാൻ സാധിക്കുന്നത് എപ്പോൾ ഉള്ളിൽ ഒരു ഭൂതവും ഉണ്ടാകാതിരിക്കുന്നത്, വായിൽ നിന്നൊരിക്കലും കടുത്ത വാക്കുകൾ വരാതിരിക്കുന്നത്, മധുരമായി സംസാരിക്കുന്നത് ജീവിതത്തിൻ്റെ ധാരണയാകുമ്പോൾ ആണ്. ബാബ നമ്മൾ കുട്ടികൾക്ക് തരുന്ന ആജ്ഞ എന്താണ്? ഈ ആജ്ഞ അനുസരിക്കുന്നതിലൂടെ ബാബയുടെ ഹൃദയ സിംഹാസനത്തിൽ ഇരിക്കാൻ സാധിക്കുന്നു. ബാബ നൽകുന്ന ആജ്ഞയാണ് ആരുമായും ഉരസലിൽ വരരുത്. ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നു, അത് നമ്മൾക്ക് ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ നമ്മൾ നിശബ്ദരായിരിക്കണം, ശാന്തരായിരിക്കണം. പരസ്പരം ശല്യപ്പെടുത്തരുത്. ബാബയുടെ ഹൃദയ സിംഹാസനത്തിൽ ഇരിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. കാര്യങ്ങൾ നമ്മൾ വിചാരിക്കുന്നത് പോലെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നതല്ല. നമ്മളുടെ ഉള്ളിൽ ഒരു ഭൂതവും ഉണ്ടായിരിക്കരുത്. ഉള്ളിൽ ഭൂതമുണ്ടെങ്കിലാണ് എന്തെങ്കിലും പരിതസ്ഥിതി വരുമ്പോൾ അല്ലെങ്കിൽ കാരണം വരുമ്പോൾ അത് പുറമേക്ക് വരുന്നത്. വായിൽ നിന്നൊരിക്കലും കടുത്ത വാക്കുകൾ സംസാരിക്കരുത്. കാരണം ബാബ ദുഃഖം ഹരിച്ച് സുഖം തരുന്നവനാണ്. അങ്ങനെയുള്ള ബാബയുടെ നമ്മൾ കുട്ടികളാകുമ്പോൾ ഒരിക്കലും വായിലൂടെ കടുത്ത വാക്കുകൾ പറഞ്ഞ് ദുഃഖം കൊടുക്കരുത്. ഇതിലൂടെ വായുടെ ശക്തി കുറയുകയാണ്. ഇങ്ങനെ കടുത്ത വാക്കുകൾ പറഞ്ഞ് കടുത്ത രീതിയിൽ സംസാരിച്ച ശേഷം ജ്ഞാനം പറഞ്ഞാൽ അതൊരിക്കലും ലക്ഷ്യത്തിൽ തറക്കില്ല, ആളുകൾക്ക് അമ്പേൽക്കില്ല. ഇതിനോടൊപ്പം തന്നെ മധുരമായി സംസാരിക്കുക എന്നത് ജീവിതത്തിൻ്റെ ധാരണയാകണം. മധുരമായി സംസാരിക്കുക എന്നാൽ മധുരമായ ശബ്ദത്തോടെ നല്ല കാര്യങ്ങൾ പറയുക എന്നതിലുപരി നല്ല ഭാവന എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കണം. ആരെപ്രതിയും ഒരു നെഗറ്റീവായ ചിന്താഗതി അല്ലെങ്കിൽ ഒരു വിഭിന്ന തരത്തിലുള്ള ചിന്താഗതി ഒരിക്കലും ഉണ്ടായിരിക്കരുത്. ധാരണയ്ക്കുള്ള മുഖ്യ സാരം: 1. ആരെങ്കിലും അശാന്തി പരത്തുകയാണ്, ശല്യപ്പെടുത്തുകയാണ് എങ്കിൽ നിങ്ങൾ ശാന്തമായി ഇരിക്കണം. ആർക്കെങ്കിലും നിർദ്ദേശം ലഭിച്ചതിന് ശേഷവും സ്വയം നന്നാക്കിയെടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ
അവരുടെ ഭാഗ്യമെന്ന് മനസ്സിലാക്കണം. കാരണം രാജധാനി സ്ഥാപിതമാകുകയാണ്. 2. വിചാരസാഗര മന്ഥനം ചെയ്ത് ജ്ഞാനത്തിൻ്റെ പുതിയ പുതിയ പോയിന്റ്സ് എടുത്ത് സേവനം ചെയ്യണം. ബാബ മുരളിയിൽ ദിവസവും ഗഹനമായ കാര്യങ്ങൾ കേൾപ്പിക്കുന്നു. അതൊരിക്കലും മിസ് ചെയ്യരുത്. ആദ്യത്തെ പോയിന്റിൽ ബാബ പറയുന്നു, ആരെങ്കിലും അശാന്തി പരത്തുകയോ ശല്യപ്പെടുത്തുകയോ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ശാന്തരായി ഇരിക്കണം. എന്തുകൊണ്ടെന്നാൽ ഓരോരുത്തരും അവരവരുടെ ഭാഗ്യമാണ് ഉണ്ടാക്കുന്നത്. ആരെങ്കിലും ശല്യപ്പെടുത്തുകയാണ്, വിഘ്നമുണ്ടാക്കുകയാണ് എങ്കിൽ അതവരുടെ കർമ്മഗതി അനുസരിച്ച് അവരുടെ കർമ്മക്കണക്കായി തീരുന്നു. എന്നാൽ നമ്മൾ അശാന്തരാവുകയാണ്, നമ്മളും അതിൽ പങ്കാളിയാവുകയാണ്, അവരെ എതിർക്കുകയാണ് എങ്കിൽ അത് നമ്മുടെ കർമ്മക്കണക്കാകുന്നു. ഒരാൾ തെറ്റ് ചെയ്യുന്നത് കണ്ട് നമ്മളും തെറ്റ് ചെയ്യുക എന്നത് നമ്മൾക്ക് വളരെ നഷ്ടമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ആർക്കെങ്കിലും ബാബയുടെ വശത്തു നിന്ന് അല്ലെങ്കിൽ നിമിത്താത്മാക്കൾ നിർദ്ദേശം നൽകുകയാണ്. ആ നിർദ്ദേശം അവർ സ്വീകരിക്കാതെ അത് സ്വയം തിരുത്താതെ മുന്നോട്ടു പോകുന്നുവെങ്കിൽ അവരുടെ ഭാഗ്യം അതാണ് എന്ന് മനസ്സിലാക്കണം. കാരണം രാജധാനി സ്ഥാപിതമാവുകയാണ്. ഓരോരുത്തരുടെയും കർമ്മത്തിൻ്റെ ഗതി അനുസരിച്ചാണ് ഓരോരുത്തർക്കും പദവി ലഭിക്കുന്നത്. ഇപ്പോൾ എന്ത് സേവനം ചെയ്യുന്നു, എത്ര ഉയർച്ചയിൽ നിൽക്കുന്നു എന്നതിലുപരി ഏത് ഭാവത്തിൽ സേവനം ചെയ്യുന്നു, എത്ര സുഖം മറ്റുള്ളവർക്ക് നൽകുന്നു, ഇതിൻ്റെ ആധാരത്തിലാണ് പദവി ഉണ്ടാകുന്നത്. 2ാമത്തെ പോയിന്റിൽ ബാബ പറയുന്നു, എന്നും മുരളി കേൾക്കണം, മുരളി പഠിക്കുകയും വേണം. കാരണം എന്നും ബാബ പുതിയ പുതിയ പോയിന്റുകൾ പറയുന്നു. നമ്മൾ ഈ പുതിയ പോയിന്റുകൾ ഏതൊക്കെയാണ് എന്ന് വിചാരസാഗര മന്ഥനം ചെയ്ത് മനസ്സിലാക്കിയെടുക്കണം. അത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയും വേണം. വരദാനം: പവിത്രതയെ ആദി അനാദി വിശേഷ ഗുണത്തിൻ്റെ രൂപത്തിൽ സഹജമായി സ്വന്തമാക്കുന്ന പൂജ്യ ആത്മാവായി ഭവിക്കട്ടെ. പൂജനീയമാകുന്നതിൻ്റെ വിശേഷ ആധാരം പവിത്രതയാണ്. എത്ര സർവപ്രകാരത്തിലുള്ള പവിത്രതയെയും സ്വന്തമാക്കുന്നുവോ അത്രയും സർവപ്രകാരത്തിലും പൂജനീയരാകുന്നു. ആര് വിധിപൂർവം ആദി അനാദി വിശേഷ ഗുണത്തിൻ്റെ രൂപത്തിൽ പവിത്രതയെ സ്വന്തമാക്കുന്നുവോ അവർ തന്നെയാണ് വിധിപൂർവം പൂജിക്കപ്പെടുന്നത്. ആര് ജ്ഞാനി അജ്ഞാനി ആത്മാക്കളുടെ സമ്പർക്കത്തിൽ വന്നുകൊണ്ടും പവിത്രവൃത്തി, പവിത്രദൃഷ്ടി, വൈബ്രേഷനിലൂടെ യഥാർത്ഥ രീതിയിൽ സംബന്ധ സമ്പർക്കം നിലനിർത്തുന്നുവോ, സ്വപ്നത്തിലും പവിത്രത ഖണ്ഡിതമാകുന്നില്ലയോ അവരെയാണ് വിധിപൂർവം പൂജിക്കുന്നത്. പവിത്രതയുടെ ആധാരത്തിലാണ് പൂജിക്കപ്പെടുന്നത്. എത്രത്തോളം സർവപ്രകാരത്തിലുമുള്ള പവിത്രതയെ സ്വന്തമാക്കുന്നുവോ അത്രയും പൂജനീയരാകുന്നു. പവിത്രത നമ്മുടെ ആദി ഗുണമാണ്, അനാദി ഗുണമാണ്. ഇത് നമ്മളുടെ സ്വന്തമാണ്. ഈ ഒരു നിശ്ചയത്തിൻ്റെ ആധാരത്തിൽ ആര് പവിത്രതയെ സ്വന്തമാക്കുന്നുവോ അവർക്കാണ് വിധിപൂർവം പൂജ ലഭിക്കുന്നത്. ഇങ്ങനെയുള്ള പവിത്രാത്മാക്കളുടെ പവിത്രത ജ്ഞാനി അജ്ഞാനി ആത്മാക്കളുടെ സമ്പർക്കത്തിലും സംബന്ധത്തിലും വന്നുകൊണ്ടും അവർ പവിത്ര ദൃഷ്ടിയും വൃത്തിയും വൈബ്രേഷനും നിലനിർത്തുന്നു. അവരുടെ പവിത്രത സ്വപ്നത്തിൽ പോലും ഖണ്ഡിതമാകുന്നില്ല. ഇങ്ങനെയുള്ളവർക്കാണ് വിധിപൂർവം പൂജ ലഭിക്കുന്നത്. സ്ലോഗൻ: വ്യക്തത്തിലിരിക്കെ അവ്യക്ത ഫരിഷ്തയായി സേവനം ചെയ്യൂ, എങ്കിൽ വിശ്വമംഗളത്തിൻ്റെ കാര്യം തീവ്രഗതിയിൽ സമ്പന്നമാകും. നാം ആത്മാക്കൾ എത്രത്തോളം അവ്യക്ത ഫരിഷ്ത രൂപത്തിൽ സേവനം ചെയ്യുന്നുവോ അത്രയും വിശ്വമംഗളത്തിൻ്റെ കാര്യം വളരെ തീവ്രഗതിയിലാകും. കാരണം എത്രത്തോളം നാം ഈ ലോകത്തിൽ നിന്നും ഉപരിയാകുന്നുവോ
അത്രയും ശക്തിശാലി ആകുകയാണ്. എത്ര നാം ശക്തിശാലിയാകുന്നുവോ വിശ്വപരിവർത്തനത്തിൻ്റെ കാര്യവും തീവ്രഗതിയിലാകുന്നു. ഓം ശാന്തി.